നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു, നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ, നീ എന്റെ ലൈവിൽ കയറി വരും എന്നെനിക്ക് അറിയായിരുന്നോടാ മോനെ. എടാ നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത്? ഈ മക്കളിലേക്ക് നീ കൊഞ്ചം ഓടിപ്പിക്കോടാ മോനെ. നീ ഒന്ന് അടുപ്പിച്ച് കാണിക്കടാ മോനെ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാജിദ സാജി ഉണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവള് പിന്നെ ലൈവായിട്ടും അവളെ ഡ്രസ്സിൻ്റെ ബിസിനസ്സായിട്ടും ക്രീമിൻ്റെ ബിസിനസ്സായിട്ടും കുറേ തെറിയായിട്ടും ഒക്കെ മക്കളും പിന്നെ ഒക്കെ വെച്ചിട്ടില്ല. പിന്നെ സബീന ബീവി ഒരു ഭാഗത്ത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലേ, അപ്പോൾ അവൾ ഈ ഡേറ്റ് ഇപ്പോൾ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ അയൽവാസിയായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിട്ടോ. കഞ്ചാവടിയമ്മുത്തു, കഞ്ചാവടിയമ്മുത്തു, എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലടാ നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ച പൊട്ടിക്കാനാണെങ്കിൽ ഇല്ലാത്തോണ്ട് അടിച്ച നിന്റെ മുഖറും കയ്യും കാലും വാങ്ങിയില്ല, വീങ്ങി മറ്റേ എന്താ പറയുക തൊങ്ങിയില്ലടാ മുത്തു, മിസ്റ്റർ മുത്തു. ഈ പാട്ടുള്ളത് തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത, നിന്നെ ആലോചിച്ച് ഉരുകി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്താ മക്കളെ ഇതൊക്കെ പറയാല്ലേ? അവൾക്കെന്നും പിന്നെ ഈ കുട്ടികളുടെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഒന്ന് കുറേ ഒഴിവാക്കിക്കൂടെ? സ്വന്തം ഉമ്മാനെ വരെ അങ്ങനെ കുറ്റം പറഞ്ഞതായും അവരുടെ ഡാൻസും അതും ഇതൊക്കെ അവൾ പിന്നെ ലൈവിലും കാര്യങ്ങളിലും വീഡിയോസിലൊക്കെ ഇട്ടതാണ്. പിന്നെ അവളെ കുറിച്ചിട്ട് പിന്നെ വേറെ എന്തെന്ന് പറയാനില്ലേ അല്ലേ? ഈ മക്കളെ മുന്നിൽ വെച്ചിട്ടില്ലേ ഈ തെറിവാക്കും അതും ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവർ അയൽവാസി അവളായിട്ട് കച്ചറുണ്ടാക്കണതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ പിന്നെ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അവൾ തന്നെ വീഡിയോ എടുത്തുമ്പോൾ അവരെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് വിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവൾ തന്നെ കണ്ടില്ലേ അവൾ ഡാൻസും അതും ഒക്കെ അല്ലേ. പിന്നെ അവൾ പറയുന്ന ഓരോ വാക്കൊന്നും കൂടുതൽ ഇതിലൊന്നും ഇടാൻ പറ്റൂല കേട്ടോ. അത്രക്കും പറഞ്ഞ് തെറിയും വാക്കുകളാണ്. പിന്നെ അതേമാതിരി മക്കളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വാക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൾ മക്കളെ വലുതായി വന്ന് അവളെ വെച്ചിട്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തണവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ ഈ വീഡിയോയിൽ. അപ്പോൾ എന്തൊക്കെ അവളെ കുറിച്ച് കൂടുതൽ പറയാൻ തന്നെയാണ്. എപ്പോഴും ലൈവ് ഇട്ടാലും അവൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. മക്കളെ മുന്നിൽ വെച്ചിട്ട് ഒരു ലൈവിൽ ആരെങ്കിലും ശരിക്കും കമൻറ്റ് ഇടുന്നാലും ഒരു പേര് കമൻറ്റ് ഇട്ടാലും അപ്പോഴും അതിന് പിന്നെ വേറെ രീതിയിൽ പിന്നെ ഇതൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ആ വായിലിരിക്കണം മുഴുവൻ കേൾക്കണം അല്ലേ. അപ്പോൾ ഇത് ലൈവിലൊന്നും ഇങ്ങനെ പറയാതെ അവർ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ. ഈ ലൈവിലൊന്നും ഈ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത്ര ആൾക്കാർ കാണണം കേൾക്കണം ആ ഒരു ചിന്തയെ അവൾക്കില്ല അല്ലേ. സ്വന്തം വരെ അങ്ങനെ വീഡിയോസ് ഇട്ട് ഇത് പിന്നെ നാറ്റിച്ച പിന്നെ അവൾക്ക് ഇപ്പം എന്ത് ചെയ്താലും ഇപ്പം എന്താ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അവൾ പിന്നെ പറച്ചിൽ നല്ല ഭാഗം പറയുന്ന കേട്ടാൽ അവൾ വിചാരിച്ചു ഇവളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അവർ പിന്നെ മോൻ്റെ മുത്തു പറഞ്ഞാൽ മോൻ്റെ ഒപ്പം മരിച്ച 2-3 ദിവസം മുന്നേ കേട്ടോ ഒപ്പം മരിച്ച്. അത് ആഘോഷിക്കുന്ന വീഡിയോ പാട്ടിട്ട് ആഘോഷിക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ അവളീ കാണിക്കണേ അല്ലേ. അപ്പോൾ ബാക്കിയും കൊണ്ടൊന്ന് കണ്ടുനോക്കിയേ. കൂട്ടു നിന്നതാണ്. പക്ഷെ നീ എന്നെ കേറി എന്നെ തല്ലാൻ നീ കേറി ഉണ്ടാക്കിയോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്തടാ. നീ നിന്റെ മുന്നിൽ തന്നെ എന്റെ മക്കളെ ഞാൻ വളർത്തോടാ. നിന്റെ മുന്നിൽ എന്നെ വളർത്തും. നീ കണ്ടോടാ ആണില്ല മുത്തു. നീ മറ്റുള്ളവരെ കേറി ഉണ്ടാക്കണ രീതിയിലല്ലടാ ഞാൻ വളർത്തി കാണിച്ചത്. നിന്റെ തള്ളന് തന്തനെ ഇല്ലാണ്ടാക്കി, അടുത്തതിനെ തള്ളനില്ലാണ്ടാക്കും. 2 പെങ്ങന്മാരുണ്ട്, 2 പെങ്ങന്മാര് നീയായിട്ട് ഇല്ലാണ്ടാക്കൂടാ മുത്തു. എങ്ങനെയാടാ നീ കട വരുള്ളൂ നിനക്ക് തന്ത ഇല്ലാണ്ടായില്ലേ? പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച 3ന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോന് അവിടെ ഏടെ വെച്ചിരിക്കണേ. എത്തി മക്കളെ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്റെ കബീർക്കും ഞാനും എത്രത്തോളം നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും എന്റെ മരിച്ചുപോയ കബീർക്കാക്കും അറിയടാ. നീ ഗൾഫ് നാട്ടിൽ കടന്ന് നീ എന്തൊക്കെ കൂത്തടിച്ചിട്ടാടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കണത് എനിക്കറിയടാ. നെല്ലിക്കാട് നാട്ടിൽ അത്രയും ചെക്കന്മാരുടെ അടിയും കൊണ്ട് കുത്തും കൊണ്ട് നടക്കണം മിസ്റ്റർ മുത്തു. ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഇത് നിന്നെ വലുതാ ഇങ്ങനെ 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 വിളിക്കണ്ടാ. അങ്ങനെ തന്നെ പോടാ. അത് എന്റെ മനസ്സിന്റെ ഉരുക്കാടാ.
അത് നീ അനുഭവിക്കണം. നീ അനുഭവിച്ചേ തീരൂ. നിന്റെ തന്ത ഉരുകി 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 ചത്തു. നിന്നെ ആലോചിച്ച് ഉരുകി ഉരുകി ചത്തടാ. ചത്തില്ലടാ. അങ്ങനെ തന്നെ വേണടാ. അങ്ങനെ തന്നെ. നീ മിസ്റ്റർ മുത്ത് എന്താ കേറി വരാത്തേന്ന് ഞാൻ നോക്കി നിൽക്കായിരുന്നടാ പുല്ല. അപ്പോൾ അത് നിങ്ങൾ കേട്ടില്ലേ എങ്ങനെ നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഇത് പറയാനും അത് എല്ലാവർക്കും ഒക്കെ അറിയണ തന്നെയല്ലേ ഇത് ഇത്ര ആൾക്കാർ കാണും പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും പറയാൻ പറ്റില്ല എന്ന് അവർക്ക് എന്താ ചിന്ത ഇല്ലായിട്ട് അവർക്ക് വട്ടായിട്ടാണോ എന്തോ മനസ്സിലാവായിട്ട് എന്താ അറിയില്ല കേട്ടോ. എന്തെല്ലാം ബേഡ് വാക്കാണല്ലേ അവൾ യൂസ് ചെയ്യുന്നത്. മക്കളടിയിൽ വെച്ചിട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ അവർ 2-3 ദിവസം മുന്നേ കുറച്ച് മുന്നേ അവരൊപ്പം മരിച്ചിട്ടുണ്ടായിട്ടോ. ആ മുത്ത് പറഞ്ഞ ആ ചെങ്ങായിൻ്റെ ചെറുക്കൻ്റെ ഉപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് കേട്ടോ അവൾ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വാക്കും പറയുന്നത്. പിന്നെ മരിച്ചു പോയ അതിനും കൂടെ ഒരു സ്വസ്ഥയും സമാധാനം ഇല്ല. സമാധാനം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ അതിനൊക്കെ അവർക്ക് എടുക്കാൻ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണല്ലേ ഇവളെ ഓരോ വാക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അവളെ ഉമ്മേനെ പറ്റി അമ്മോൻ്റെ ഉമ്മാനെ പറ്റിയിട്ടും എന്തെല്ലാം പറയുന്നില്ലേ. അപ്പോൾ എന്തിനാ ഇങ്ങനത്തെയൊക്കെ പറയേണ്ട ഒട്ടും ആവശ്യമില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ അടുത്ത് അവന് ദേഷ്യം കാര്യങ്ങളുണ്ടെങ്കിൽ അവനോട് പറയാമെന്നല്ലാതെ അവൻ്റെ ഈ മരിച്ചുപോയ ഉപ്പേനെയും അതേമാതിരി അവൻ്റെ ഉമ്മയും അങ്ങനെയൊക്കെ പറയേണ്ട ഒട്ടും ആവശ്യമില്ല അല്ലേ. അവർ തമ്മിൽ ഭയങ്കര ദേഷ്യം കാര്യങ്ങളാണ് കേട്ടോ. അവൾ വീഡിയോസ് ഇട്ടതും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവൾ ഉമ്മാൻ്റെ വരെ വീഡിയോസ് അവൾ ഇട്ടിട്ട് അവൾക്ക് പിന്നെ പ്രശ്നമില്ല. പക്ഷെ അവളെ വീഡിയോസ് അവിടെ ഇട്ടപ്പോൾ അവൾക്ക് നല്ല പൊള്ളിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിനുള്ള കുറച്ച് കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതാ ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കിട്ടോ. നിന്റെ നാവക്കല്ലേ പുഴുത്തു പോണം. ഇങ്ങനെ പറയണ നാവൊക്കെ പുഴുത്തു പോണം തന്നെ ഞാൻ പറയുള്ളൂ. എന്തറിയോ, എന്റെ ശാപൊക്കെ നിങ്ങൾക്ക് വലിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഞാൻ എത്രത്തോളം മനസ്സിലുകൊണ്ടോ അത്രത്തോളം അനുഭവിച്ചേ നിങ്ങൾ ഈ ദുനിയാവെന്ന് പോവുള്ളൂ. കാരണം ഉണ്ടല്ലോ, ഞാൻ ഈ ചിരിക്കുന്ന ചിരിയല്ല, ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എത്ര കരയുണ്ടെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് ചിരിക്കണ ചിരി മാത്രല്ല, ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എത്ര വേദനിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ചിരിക്കണെന്ന് എനിക്കും എന്റെ പടച്ചോനും മാത്രം അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വല്ലാണ്ട് വർത്താനം ഈ പറയണ നാവൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോവുള്ളൂ. പുഴു അരിച്ചിട്ടേ നീയൊക്കെ ചാവുള്ളൂ. എനിക്ക് അത്രയും നിന്നോടൊക്കെ പറയുള്ളൂ. എന്റെ ഉമ്മ എന്നോട് എന്റെ മക്കളോട് 2 കൊല്ലം ഞാൻ നോക്കിയിട്ട് എന്നോട് എന്റെ മക്കളോട് ഇമ്മാരി ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് ഈ ദുനിയാവെന്ന് അനുഭവിക്കാണ്ട്. അത് ഏത് പെറ്റുമ്മയാണെങ്കിലും മക്കളോട് ചെയ്ത ചതി കൊടും ചതിയാണത്. കൊടും ചതി അത് അനുഭവിക്കാണ്ട് പോവില്ല. അത് അനുഭവിക്കാണ്ട്. ഷാജി ഒരാളിനെ അടിച്ചിറക്കിയിട്ടില്ല, ഒന്നും ഷാജി ചെയ്തിട്ടില്ല. ഷാജി ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എന്റെ പടച്ചോന്റെ ലിസ്റ്റിൽ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്റെ പടച്ചോൻ എന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നന്മകളുടെ കൂട്ടത്തില് ഷാജി ചെയ്ത നന്മകള് ഷാജി അവിടെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇതൊക്കെയാണ് കേട്ടോ അവളെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് കുറേ അനാവശ്യ കാര്യങ്ങളും അതൊക്കെ പറയുന്നു. പിന്നെ അവൾ ഇങ്ങനെ പറയാനുള്ളൊരു യോഗ്യത ഇല്ല അല്ലേ. കഞ്ചാവും കള്ളുടി അവരെങ്ങനത്തേതാണെന്നൊന്നും നമുക്കറിയില്ല. കഞ്ചാവോ കള്ളുടി അങ്ങനത്തെ എന്തോ പ്രശ്നങ്ങളില്ല എന്നൊന്നും നമുക്കറിയില്ല. അവർ പിന്നെ അവരായിട്ട് കച്ചറിയും കാര്യങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല വിളിയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്പോൾ അവളെ കുറിച്ചിട്ട് പറയുക, അവൾ ഈ മുന്നിൽ ഈ മക്കളെ മുന്നിൽ വെച്ച് കുറേ അനാവശ്യം കാര്യങ്ങളും പറയുന്നത് മാത്രം ഒന്ന് ഒഴിവായാൽ മതിയില്ലേ. അങ്ങനെ പബ്ലിക് ഒന്നാണ്ട് ഓവർ അങ്ങനെ പറിച്ചില്ല. ഇത് അവരുടെ ഉദ്ദേശിൻ്റെ അവരെ നേരെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ. ഒരു ലൈവിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ കുറേ കൂടുതൽ കാര്യങ്ങളും അങ്ങനത്തെ അനാവശ്യമൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കേൾക്കണവർക്കൊരു ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയൂല കേട്ടോ. അവളെ ഓരോ തെരുവാക്ക് കേട്ടാലും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരിതാണ്. ആ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അവരെന്തായാലും ഇത് കേട്ടിട്ട് തന്നെയാണ് വളർന്നു വരിക അല്ലേ. അപ്പോൾ സെഫീന ബി ഉണ്ടല്ലോ അവർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ കുട്ടികളെ മുന്നിൽ വെച്ച് പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ കേട്ടാൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലതായി വരട്ടെ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.